വ്യഭിചരിച്ചു. പിന്നെയോ അതിൽ നിന്ന് എനിക്ക് കുട്ടിയുണ്ടായി, അതിൽ നിന്ന് എനിക്കൊരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞിനെ ഗർഭം ചുമന്നു, ആ കുഞ്ഞിനെ ഞാൻ പ്രസവിച്ചു. എന്നിട്ട് ആ കുഞ്ഞിനെ ഞാൻ കൊന്നുകളഞ്ഞു. ആരാരും അറിയാതിരിക്കാൻ വേണ്ടി, ആരാരും എന്റെ വ്യഭിചാരത്തിന്റെ കഥകൾ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി ഞാൻ ഗർഭം ചുമന്ന വ്യഭിചാരത്തിലൂടെ ഉണ്ടായ കുഞ്ഞിനെ ഞാൻ കൊന്നുകളഞ്ഞു. അല്ലാഹു എനിക്ക് മാപ്പ് നൽകുമോ എന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ഈ പെണ്ണ് ചോദിച്ചപ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആട്ടി ഓടിച്ചു. ഓടി ഇവിടുന്ന് സ്ഥലം വിടടി, അല്ലാഹു മാപ്പ് നൽകൂല. എന്തോ ഒരു തെറ്റാണ് നീ ചെയ്തത്, വ്യഭിചാരം, കൊലപാതകം, ഇതൊക്കെ എങ്ങനെയാണ് അല്ലാഹു മാപ്പ് നൽകുന്നത്? പോവാൻ പറഞ്ഞു. വളരെ വിഷമത്തിൽ കരഞ്ഞുകൊണ്ട് ആ പെണ്ണ് സ്ഥലം വിടുകയുണ്ടായി. പിന്നെ നിസ്കാരം കഴിഞ്ഞിട്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, മുത്തുനബിയേ, ഒരു പെണ്ണിന്റെ അടുത്തേക്ക് വന്നിരുന്നു, വ്യഭിചരിച്ചു, അതിൽ നിന്ന് കുഞ്ഞുണ്ടായി, ആ കുഞ്ഞിനെ കൊന്നുകളഞ്ഞു. അല്ലാഹു മാപ്പ് നൽകുമോ എന്ന് എന്നോട് ചോദിച്ചപ്പോ ഞാനില്ല എന്ന് പറഞ്ഞു. നബിയേ, നബി തങ്ങൾ ദേഷ്യപ്പെടുകയാണ്. നിന്നോട് ആരാണ് അങ്ങനെ പറയാൻ പറഞ്ഞത്? ആരാണ് നിന്നോട് അങ്ങനെ പറഞ്ഞത്? നീ കേട്ടിട്ടില്ലേ പരിശുദ്ധമായ ഖുർആനിന്റെ ഒരു ആയത്ത്? ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സാലിഹാ, ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സാലിഹാ. പൂർണ്ണമായി ഇഖ്ലാസോടുകൂടി അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് ഒരാൾ മടങ്ങിയാൽ, അയാൾ വ്യഭിചാരിയായിക്കോട്ടെ, കൊലപാതകം ചെയ്ത ആളായിക്കോട്ടെ, എത്ര വലിയ സന്തോഷം ചെയ്താലും, എത്ര വലിയ മഹാപാപം ചെയ്താലും, എന്നയാൾ തീരാത്ത തെറ്റിന്റെ ഉടമയായാലും തൗബ ചെയ്ത് ആത്മാർത്ഥമായി നന്നായി അല്ലാഹുവിലേക്ക് മടങ്ങിയാൽ അല്ലാഹു അയാളുടെ തൗബ സ്വീകരിക്കുമെന്ന് കേട്ടിട്ടില്ലേ? തൗബ സ്വീകരിക്കുമെന്ന് മാത്രമല്ല, യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, അവർ മുൻകാലങ്ങളിൽ ചെയ്ത തിന്മകളെ അല്ലാഹു നന്മയാക്കി മാറ്റിമറിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അങ്ങനെ തെറ്റ് പുറത്തു കൊടുക്കുമെന്ന് മാത്രമല്ല, കുറെ ആളുകൾ ഉണ്ടാവും കഞ്ചാവിന്റെ അടിക്കായിട്ട് ഒരു ഏതെങ്കിലും ഒരു നാല് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയം അയാൾ വല്ലാതെ സ്ട്രൈക്ക് ചെയ്യും. ആ ഒരു വിഷയത്തിൽ അയാൾ നന്നാവാൻ തീരുമാനിക്കും. അങ്ങനെ നന്നായി പള്ളിയിലൊക്കെ വന്ന് നിസ്കരിക്കാൻ പറ്റുന്നു. ഇതുപോലെ നന്നായ അന്നത്തോടുകൂടി പള്ളി നിർത്തുക. പിന്നാലെ സ്വീകരിക്കാൻ തയ്യാറല്ലേ? നമ്മുടെ സ്വഭാവം അങ്ങനെ. പിന്നാലെ സ്വീകരിക്കാൻ, അംഗീകരിക്കാൻ നമ്മൾ തയ്യാറല്ല. അതൊക്കെ മാറ്റം. അല്ലാഹുവിന്റെ സ്വഭാവം നമ്മൾ വൃത്തികെട്ട സ്വഭാവം. കള്ളുകൂടിയനാണ്, നിരന്തരമായി കള്ളുകൂടിയനാണ്. അയാൾ പൂർണ്ണമായി കള്ളുകൂടി നിർത്തി. അന്നയാളെ പള്ളിയിൽപ്പെട്ട് നോക്കുന്നതിന് കുഴപ്പമില്ല, നന്നായില്ല. കൊണ്ടു കൊടുക്കുന്നതിന് കുഴപ്പമില്ല. കുടിക്കുന്ന ആളുകൾക്ക് കൊടുക്കരുത്. കുടിച്ച് നന്നായി ഇഖ്ലാസോടുകൂടി തൗബ ചെയ്ത് മടങ്ങി വന്നാണ് ഒരാൾ. നന്നായിരുന്നു, ഇന്നയാൾ എന്തിനാ അതിന്റെ പേരിൽ ദൂഷിക്കുന്നത്? ചെയ്യരുത്. അങ്ങനൊരു ദുസ്വഭാവം നമ്മളിൽ ഉണ്ടാകരുത്. ബാബു പറയാണ്, അയാൾക്ക് മാപ്പ് കൊടുത്തു എന്ന് മാത്രമല്ല, അയാളുടെ മുമ്പ് കള്ളുകുടിച്ചില്ലേ, അതിനെയൊക്കെ നല്ലൊരു സുന്നത്തിന്റെ പ്രതിഫലം കൊടുക്കും. കള്ളു കുടിച്ചതിന് കൂലി, വ്യഭിചരിച്ചതിന് കൂലി. ഇനി വ്യഭിചരിക്കാനും കണ്ണുപിടിക്കാൻ നിൽക്കണ്ട. അതറിയാതെ ചെയ്ത ആളുകൾ ഇങ്ങനൊരു ആയത്തുണ്ടല്ലോ, അതുകൊണ്ട് നാളെ മുതൽ അങ്ങനെ ആയിക്കോട്ടെ, നിൽക്കാനാകുമ്പോൾ നന്നാവാൻ. അങ്ങനെയുണ്ട് ചില പെണ്ണുങ്ങൾ. അങ്ങനെയുണ്ട്. ഒരു കൗൺസിലർ എന്നോട് പറഞ്ഞ വിഷയം, സ്കൂളിലൊരു പെൺകുട്ടിയെ കൗൺസിൽ ചെയ്തപ്പോ പെണ്ണ് പറഞ്ഞു, പ്രണയിച്ച കേസാണ്. അപ്പോ ഞാനിങ്ങനെ പ്രണയത്തിൽ പെട്ടു. നിനക്കറിയൂലേ അതിന്റെ കാമുകൻ കഞ്ചാവിന്റെ അടിച്ചാണെന്ന്? പിന്നെന്തിനാ നീ പ്രണയിച്ചത്? അല്ല സാറേ, ഈ ക്യാമ്പസ് ജീവിതം പറഞ്ഞ് 3 വർഷങ്ങളുള്ളൂ, അത് അടിച്ചു കുടിക്കാനുള്ളതല്ലേ. അങ്ങനെ പെണ്ണുങ്ങളുടെ ചിന്ത. അങ്ങനെ പഠിക്കാൻ പോകുന്ന പെണ്ണുങ്ങളെവിടെ? പഠിക്കാൻ പോകുന്ന പെണ്ണുങ്ങളെവിടെ? പെണ്ണുങ്ങളെ കാര്യങ്ങളൊക്കെ പൗഡറും ഫൗണ്ടേഷനൊക്കെയാണ് സ്കൂളിലേക്ക് പോകുന്നത്. ചെക്ക് ചെയ്ത് നിങ്ങളുടെ മക്കളെ വേഗം ചെക്ക് ചെയ്താൽ മതി. പൗഡറും കണ്ണാടിയും പിന്നെ സോപ്പൊക്കെ. എന്തിനെ
രാവിലെ മുഖത്തേക്ക് പുട്ടിയിട്ട് വരാൻ. രാവിലെ അരമണിക്കൂർ കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ട് നല്ല പുട്ടയൊക്കെ ഇട്ട് സുന്ദരികളായിട്ട് ഇറങ്ങാൻ. അങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ക്ലാസ്സിൽ ക്ഷീണിച്ച് ടയർഡായി. പിന്നെ ഇന്റർവെല്ലിനോ ക്ലാസ് കഴിഞ്ഞ ബാത്റൂമിലൊക്കെ പോയി സോപ്പ് വെച്ച് മുഖത്തെ കഴുകിക്കൊണ്ടും പുട്ടിയുടെ ആർക്കാണ് ഈ പുട്ടിയുടെ ആരെ കാണിക്കാനാ? മുഖം മറച്ചു നടക്കാൻ പറഞ്ഞ ഉത്തമ സമുദായത്തിന്റെ മക്കളെ ചെയ്യുന്നത്. സ്വന്തം ഭർത്താവിന്റെ മുമ്പിൽ മാത്രമേ സൗന്ദര്യം പ്രകടിപ്പിക്കാവൂ എന്ന് പറഞ്ഞ ദീനിന്റെ മക്കൾ നാട്ടാരെ കാണിക്കാൻ വേണ്ടി, വഴിയിൽ വരുന്ന ചെറുപ്പക്കാരെ വശീകരിക്കാൻ വേണ്ടി മുഖത്ത് പുട്ടിയിട്ട് നടക്കാൻ അള്ളാഹു വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? എന്റെ പ്രിയപ്പെട്ട സഹോദരികളോട് ഞാൻ പറയുന്നത് തമാശ, അനുഭവത്തിൽ നിന്ന് തന്നെയാണ് പറയുന്നത്. ഞാൻ 2-3 സ്ഥാപനങ്ങളിൽ ജോലി ചെയ്ത ആളുകൂടിയാണ്, കോളേജിൽ ജോലി ചെയ്ത ആളുകൂടിയാണ്. അനുഭവത്തിന്റെ വെളിച്ചത്തിൽ തന്നെ പറയുന്നത്. വെറുതെ ആരൊക്കെ പറയുന്നത് ഇതൊക്കെ നമ്മുടെ മക്കളുടെ ബാഗിൽ കുറെ ഫൗണ്ടേഷൻ, കുറെ പൗഡർ, കുറെ പാരലോലി, പിന്നെ കണ്ണാടി, ചീർപ്പ്, സോപ്പ്. കുഴപ്പമില്ല, രാവിലെ കുളിച്ച് വൃത്തിയായി ഒന്നും കുഴപ്പമില്ല. പക്ഷെ ഇത് ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങണമെങ്കിൽ ഇങ്ങനെ ഒരു മിനിങ്ങി ആളെ ഇറങ്ങുന്നുള്ളത് എന്തിന്റെ ലക്ഷണമാണ്? ആളുകൾ എന്നെ കാണട്ടെ, ആളുകൾ എന്നെ നോക്കട്ടെ, എനിക്ക് നമ്പർ തരട്ടെ, എന്നെ പ്രണയിക്കട്ടെ എന്നല്ല ഇതിന്റെ അർത്ഥം. അതെന്നാണ് പറയാൻ പറ്റുമോ? പെണ്ണുങ്ങളെ കങ്ങാടിയിൽ പോകുമ്പോ മാത്രം ചമയൽ, അതിന്റെ അർത്ഥം എന്താ? ടൗണിൽ പോകുമ്പോ മാത്രം ചമയ. വീട്ടിലിരിക്കുമ്പോ എങ്ങനെയാവാം? കുടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, വസ്ത്രം അടിക്കില്ലെങ്കിലും കുഴപ്പമില്ല, ഒന്നും കുഴപ്പമില്ല. എന്നാൽ ടൗണിൽ പോകുമ്പോ അല്ലാത്ത ഒരുങ്ങി നല്ല പൂശി, അത്തറൊക്കെ പൂശി ജനങ്ങൾക്കിടയിൽ നടക്കുന്നവൾ വ്യഭിചാരിയാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജനങ്ങൾക്കിടയിലേക്ക് അത്തർ പൂശി നടക്കുന്ന പെൺകുട്ടികൾ ജനങ്ങളെ വശീകരിക്കാൻ വേണ്ടി സ്കൂളിലേക്ക് വരുമ്പോ അത്തർ പൂശി ഇറങ്ങണ്ട. ചെറുപ്പക്കാരൊക്കെ ബസ് സ്റ്റാൻഡിലുണ്ടാകും, വഴിയിലുണ്ടാകും, ബസ്സിലുണ്ടാകും, വണ്ടിയിലുണ്ടാകും, കോളേജിന്റെ വരാന്തകളിലുണ്ടാകും. അവ ജനങ്ങളെ നിന്ന് മണത്തോട്ടെ, എന്റെ മണം ആസ്വദിച്ചോട്ടെ, അടിച്ച് പുറത്തിറങ്ങും. ചെയ്യരുത്, വളരെ മോശമാണ്. അള്ളാഹുവിന്റെ ഹബീബ് വ്യഭിചാരിയാണ് എന്നാണ് ആ പെണ്ണിനെ കുറിച്ച് പറഞ്ഞത്. നന്നാവേണ്ടവർക്ക് നന്നാവാം. ഇനി എത്ര പറഞ്ഞാലും നന്നാവില്ല. യുവർ ചോയ്സ്, തെരഞ്ഞെടുപ്പ്, ഒരു കുഴപ്പമില്ല. പറയുന്നത് നമ്മുടെ ബാധ്യതയാണ്. സ്വീകരിക്കേണ്ടവർക്ക് സ്വീകരിക്കാം, തള്ളേണ്ടവർക്ക് തള്ളാം. പറയുന്നത് നമ്മുടെ ബാധ്യതയാണ്. അത്രയേ ഉള്ളൂ. പെണ്ണുങ്ങളോടും ചെറുപ്പക്കാരികളോടൊക്കെ മുഖം മറച്ച് നടക്കാൻ എത്ര മാന്യമായിട്ടാണ് പരിശുദ്ധമായ ദീൻ പഠിപ്പിച്ചത്. എത്ര മാന്യമായിട്ടാണ് നിങ്ങളോട് പഠിപ്പിച്ചത്. നിങ്ങൾ മുഖം മറച്ചിട്ട് പുറത്തിറങ്ങാൻ പാടുള്ളൂ. എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? നിങ്ങൾക്ക് ശല്യമില്ലാതിരിക്കാൻ. പൂവാലന്മാർ, ഞരമ്പ് രോഗികൾ നിങ്ങളുടെ പിന്നാലെ വന്ന് നിങ്ങളെ വേദനിപ്പിക്കാതിരിക്കാൻ. അപ്പൊ നിങ്ങളെ പ്രണയിക്കുമെന്ന് പറഞ്ഞ അങ്ങോട്ടാണിപ്പോ പ്രവാചകരെ, നിങ്ങളുടെ ഭാര്യമാരോട് നിങ്ങൾ പറയണം, മക്കളോട് പറയണം, മുഖം മണിവാക്കരുത്. ണ്ടാകും. അങ്ങോട്ടത്തിൽ നിന്ന് വന്ന പെണ്ണെന്നൊക്കെ പറഞ്ഞിട്ട് കല്യാണത്തിന് പോവാണ്. ആണുങ്ങളുടെ ഇടയിൽ സഞ്ചരിക്കണം. ആ സമയത്ത് നമുക്ക് കുറച്ച് ഉള്ളിൽ പോയി പെണ്ണുങ്ങൾ മാത്രമുള്ള സ്ഥലത്ത് കുഴപ്പമില്ല, ഇരിക്കുമ്പോ കുഴപ്പമില്ല. പെണ്ണുങ്ങൾ മാത്രമുള്ള സദസ്സ്, വരുന്ന വഴി പോകുന്ന വഴി അന്യ പുരുഷന്മാർ നിങ്ങളെ കണ്ട് ആകർഷിക്കപ്പെടാൻ പാടില്ല. നിങ്ങൾ നല്ലവളാണ് എന്നറിയണം. ഹൃദയത്തിന് തഖ്വ നൽകണേ അല്ലാഹ്. എന്നെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. എന്റെ ഈ പളുങ്കു പാത്രത്തെ, എന്റെ ഈ ഹൃദയത്തെ, എന്റെ ഈ സ്ഫടികമായ ഹൃദയത്തെ അല്ലാഹുവേ നീ ശുദ്ധീകരിക്കണേ അല്ലാഹ്. നീയാണ് ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നത്, നീയാണ് ഹൃദയത്തെ സംസ്കരിക്കുന്നത്, നീയാണ് തഖ്വ നൽകുന്നത്. എനിക്ക് തഖ്വ നൽകണേ അല്ലാഹ്.
എന്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കണേ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്ത് അതിന്റെ കൂടെ അല്ലാഹുമ്മ റഹ്മനാ ബിതർക്കിൽ മആസി അബദൻ മാ അബ്ഖൈതനാ. അല്ലാഹുവേ, ജീവിച്ചിരിക്കുന്ന കാലത്തെല്ലാം തെറ്റ് ചെയ്യാതെ ജീവിക്കാൻ നീ എനിക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഈ ഒരു പ്രാർത്ഥന നമ്മുടെ ദുആയിൽ ഉൾപ്പെടുത്തണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ദുആ ചെയ്തോർക്കെ അല്ലാഹുമ്മ ആതി അൻഫുസനാ തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ. اللهم ارحمنا بترك المعاصي أبدا ما أبقيتنا. اللهم آت أنفسنا തഖ്വാഹാ. ഞങ്ങളുടെ ഹൃദയത്തിന് തഖ്വ നൽകണേ അല്ലാഹ്. അല്ലാഹുമ്മ ആതി അൻഫുസനാ തഖ്വാഹാ. നിസ്കാരം കഴിഞ്ഞ് നമ്മുടെ ഇമാമുമാര് ദുആ ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥം കൂടി ആലോചിക്കുമ്പോൾ അല്പം ഇഖ്ലാസ് ലഭിക്കും. അല്ലാഹുവേ, ഞങ്ങളുടെ ഹൃദയത്തിന് തഖ്വ നൽകണേ അല്ലാഹ്. വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ. ഞങ്ങളുടെ ഈ സ്ഫടികം പോലെയുള്ള ഹൃദയത്തെ നീ സംസ്കരിക്കണേ അല്ലാഹ്, ശുദ്ധീകരിക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ റഹ്മനാ ബിതർക്കിൽ മആസി. അല്ലാഹുവേ, തെറ്റ് ചെയ്യാതിരിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. അബദൻ മാ അബ്ഖൈതനാ. എത്ര കാലമാണോ ഞങ്ങൾക്ക് ആയുസ് നൽകുന്നത്, ഞങ്ങൾ ജീവിക്കുന്ന കാലത്തോളം തെറ്റ് ചെയ്യാതെ ജീവിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ് എന്ന പ്രാർത്ഥന നമ്മൾ എന്നും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. തെറ്റ് ചെയ്യാത്ത ആളുകളില്ല. തെറ്റ് ചെയ്യുന്ന ആളുകളെ നിങ്ങൾ സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തണ്ട. അവരെ അടുപ്പിച്ച് അവർക്ക് വേണ്ട സാരോപദേശങ്ങൾ നൽകി അവരെ നന്നാക്കി കൂടെ നിർത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. നമ്മുടെ നാട്ടിലുള്ള ചെറുപ്പക്കാർ വാലിന് വരാത്തവരാണ്, പള്ളിയിൽ വരാത്തവരാണ്, ജുമുഅക്ക് വരാത്തവരാണെങ്കിൽ അവരെ പള്ളിയുടെ ഇമാമോ ഖതീബോ കൂടി അവരെ തെറി പറഞ്ഞ് ആട്ടിയകറ്റാനല്ല ശ്രമിക്കേണ്ടത്. പേഴ്സണലായവരോട് ബന്ധപ്പെട്ട് നമ്മുടെ കമ്മിറ്റി ഭാരവാഹികൾ അവരെ മാറ്റി നിർത്തി ഒരു ചർച്ചയായി നമ്മുടെ ഭാഷയിൽ പറയുമ്പോ ഒന്നിനും പറ്റാത്ത തെമ്മാടികളായി അവരെ മാറ്റി നിർത്തുന്നതിന് പകരം അവരോട് പൂർണ്ണമായി സഹകരിച്ച് നമ്മോട് അടുപ്പിക്കാൻ ശ്രമിക്ക്. എത്ര പെട്ടെന്ന് അവരിൽ മാറ്റമുണ്ടാകുമെന്ന് തോന്നും, എത്ര പെട്ടെന്ന് മാറ്റമുണ്ടാകും. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ടല്ലോ, മുആദേ ഇന്നി ഉഹിബ്ബുക, എനിക്ക് നിന്നെ ഇഷ്ടമാണ് മുആദേ. ഇങ്ങനെ പറഞ്ഞാൽ ആരെങ്കിലും പിന്നെ നമ്മോട് എതിർക്കാൻ വരുമോ? ഒരു ചെറുപ്പക്കാരൻ, ഒരു കള്ളുകുടിയനായിക്കോട്ടെ, ഒരു വ്യഭിചാരിയായിക്കോട്ടെ, അയാൾ അടുത്തേക്ക് വിളിച്ചിട്ട് സിദ്ദീഖേ ഇന്നി ഉഹിബ്ബുക, എനിക്ക് നിന്നെ ഇഷ്ടമാണ് മോനെ. ആദ്യമായിട്ടായിരിക്കും ജീവിതത്തിൽ നിങ്ങളെ വാർത്തകൾ കേൾക്കുന്നത്. ഉമ്മയുടെ ചുണ്ടിൽ നിന്ന് പോലും കേൾക്കാത്ത മധുരിതമായ അയാൾക്ക് നിങ്ങളോട് ഒരു കടപ്പാട് തോന്നുന്നു. അയാൾക്ക് നിങ്ങളോട് തിരിച്ചൊരു അറ്റാച്ച്മെന്റ്, എന്നോട് സ്നേഹമാണെന്ന് പറഞ്ഞു. അങ്ങനൊരു വാക്ക് പറഞ്ഞ പോലെ നിങ്ങൾ പറഞ്ഞു. يا معاذ معاذ إني أحبك, എനിക്ക് നിന്നെ ഇഷ്ടമാണ് മുആദേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് മുആദേ. അതുകൊണ്ട് നീ ഓരോ നിസ്കാരത്തിന് ശേഷവും ഒരു ദിക്ർ ചൊല്ലാൻ മറക്കരുത്. എന്താണ് ദിക്ർ? അല്ലാഹുമ്മ ഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. ചൊല്ലാറുണ്ടോ നിസ്കാരം കഴിഞ്ഞാൽ? اللهم إنا اللهم أعني على ذكرك وشكرك وحسن عبادتك. അല്ലാഹുവേ, എന്നെ നീ സഹായിക്കണേ അല്ലാഹ്, നിന്നെ സ്മരിക്കാൻ എന്നെ സഹായിക്കണേ അല്ലാഹ്. اللهم أعني على ذكرك
നിന്നെ സ്മരിക്കാൻ എന്നെ സഹായിക്കണേ അല്ലാ, നിനക്ക് ശുക്ർ ചെയ്യാൻ എന്നെ സഹായിക്കണേ അല്ലാ, വളരെ നല്ല രീതിയിൽ നല്ല ഇബാദത്ത് എടുക്കാൻ എന്നെ നീ സഹായിക്കണേ അല്ലാ. മനോഹരമായ പ്രാർത്ഥനയാണിത്. പിന്നെ മറന്നിട്ടില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് കൊടുക്കുമ്പോഴല്ലേ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് കൈമാറുമ്പോഴല്ലേ കേൾക്കുക. അതിന് പകരം അവരെ ചതി പറയരുത് എന്റെ സഹോദരങ്ങളെ, അവരെ മാറ്റി നിർത്തരുത്. അവർ നമ്മുടെ ഭാവിയുടെ പ്രതീക്ഷയാണവർ. നമ്മുടെ സമുദായത്തിന്റെ ഭാവിയിലെ നേതാക്കളാണവർ. സമുദായത്തെ നമ്മുടെ നാടിനെ ഭരിക്കേണ്ടവരാണവർ. അവരെ നിങ്ങൾ മാറ്റി നിർത്തരുത്. അകറ്റി നിർത്തി തമ്മാടികളുടെ തിന്മ ചെയ്ത് തിന്മകളുടെ കൂമ്പാരം ചെയ്ത് ഇനി ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ അവരെ നിങ്ങൾ അകറ്റി നിർത്തരുത്. അവര് നമ്മുടെ പ്രതീക്ഷയാണ്, അവര് നമ്മുടെ താരങ്ങളാണ്, ഭാവിയിലെ താരങ്ങളാണ്. സ്നേഹത്തോടെ വിളിക്കവരെ, സ്നേഹത്തോടെ അവരോട് പെരുമാറ്, സ്നേഹത്തോടെ സംസാരിക്ക്. തെറ്റ് ചെയ്യാത്ത ആളുകളാരാ? അവർക്ക് മാപ്പ് നൽക്, അവർക്ക് വിട്ടുവീഴ്ച ചെയ്യ്. എന്നിട്ട് അവരോട് സ്നേഹത്തെ, എനിക്ക് നിന്നോട് ഇഷ്ടമാണ് മുആദേ, അങ്ങനെ പറഞ്ഞാലേ നമുക്കൊരു ആശ്വാസം ഉണ്ടാവും. എനിക്ക് ഇഷ്ടമാണ്. പെണ്ണുങ്ങളൊന്നും പറയാൻ പറ്റല്ലേ, എന്റെ പെണ്ണുങ്ങളൊക്കെ പോയിട്ട് കൈലൊന്നും പറയാൻ പറ്റില്ല. ഇനി എനിക്ക് നിന്നെ ഇഷ്ടമാണ്. എന്നിട്ടൊരു ഉപദേശം, അങ്ങനെ പറഞ്ഞിട്ടൊരു ഉപദേശം. കാരണം കഴിഞ്ഞാൽ മറക്കരുതല്ലോ, പിന്നെ മറക്കൂല, പിന്നെ ജീവിതത്തിൽ. അതുകൊണ്ട് നമ്മുടെ വിഷയം ഇതാണ്. നന്മകൾക്ക് വേണ്ടി നമ്മൾക്ക് കൈകോർക്കാം. ആരെയും അകറ്റി നിർത്താതെ, ആരെയും മാറ്റി നിർത്താതെ എല്ലാവരെയും നന്മയിലേക്ക് അടുപ്പിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. എല്ലാവരും നന്നാവട്ടെ, എല്ലാവരും സ്വർഗത്തിൽ പോകട്ടെ, ആരെയും നരകത്തിലേക്ക് ആക്കല്ല. ആളുകൾ സ്വർഗത്തിലേക്ക് ജനാവരുന്ന നമ്മൾ തീരുമാനിക്കല്ല. അയാൾ നരകത്തിൽ പോയിട്ട് നമുക്കൊന്നും കിട്ടാൻ, എന്നാലും നാളെ നരകത്തിൽ ഉറപ്പാൻ നമുക്കൊന്നും കിട്ടാൻ. അയാൾ നരകത്തിൽ പോയിട്ട് അയാൾ സ്വർഗത്തിൽ പോകട്ടെ. ഫിർഔനടക്കം നരകത്തിൽ പോയിട്ട് നമുക്കെന്തെങ്കിലും നേട്ടമുണ്ടോ? കാഫിറായി മരിച്ചുപോയി, നരകം ഉറപ്പാണ്. ഇന്നിപ്പോ ജീവിച്ചിരിക്കുന്ന എത്ര വലിയ ക്രിമിനലുകളാണെങ്കിലും ഇസ്ലാമിന്റെ പുതിയ ശത്രു എനിക്ക് പലപ്പോഴും ഇങ്ങനെ ദുആ ചെയ്യാൻ പേടിയാണ്. എന്ത്? അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ, അല്ലാഹുവേ ഈ മുസ്ലിം ഉമ്മത്തിന് പ്രതാപം നൽകണേ അല്ലാഹ്. നമ്മൾ ദുആ ചെയ്യാൻ, അതിന്റെ കൂടെ ഈ ശത്രുക്കളെ നശിപ്പിക്കണേ എന്നൊക്കെ ദുആ ചെയ്യാൻ, അതൊന്നും ചെയ്യാൻ എനിക്ക് പേടിയാണ്. ഒരു നന്നാവലല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്. ത്വായിഫിന്റെ മണലാരണ്യത്തിൽ നടന്ന് 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 നീങ്ങുമ്പോഴാണ് കല്ലുകൾ എടുത്ത ഹബീബിന്റെ കാൽപാദങ്ങളിലേക്ക് എറിയുന്നത്. തുരുതുരാ കല്ലുകളേറ്റ് രക്തം വാർന്നൊലിച്ച് നടക്കാൻ കഴിയാതെ അല്ലാഹുവിന്റെ ഹബീബ് ദാഹിച്ചവശനായി തളർന്നു വീണപ്പോ ഓടി വന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബിനെ കൈകൾ പിടിച്ചുയർത്തിയിട്ട് വീണ്ടും നടക്കാൻ പറഞ്ഞു. വീണ്ടും കല്ലെറിഞ്ഞു. ഹബീബ് എന്തിനാണ് പോയത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന റസൂലുള്ളാഹ്. അല്ലാഹു അല്ലാതെ ഇലാഹില്ല, ഞാൻ അല്ലാഹുവിന്റെ ദൂതനാണെന്ന് വിശ്വസിക്കണമെന്ന് പറഞ്ഞിട്ട് പോയത്. വേറെ ഒരു ദ്രോഹവും അവിടെ ചെയ്തിട്ടില്ല. അതിന്റെ പേരിലാണ് കല്ലെറിയുന്നത്, അതിന്റെ പേരിലാണ് വെള്ളം കൊടുക്കാതെ നിമിത്തങ്ങൾ ദാഹിച്ച മനുഷ്യനായത്. ആ ഹബീബ് വീണ്ടും നടന്നപ്പോ കൊണ്ടും കല്ലെറിഞ്ഞ് നിലത്തു വീണു. പിന്നെ ഒരു ചവിട്ടുപടി മുന്നോട്ട് നടക്കാൻ കഴിയാതെ അവശനായിരിക്കുമ്പോഴല്ലേ അല്ലാഹുവിന്റെ മാലാഖ വന്ന് ചോദിക്കുന്നത്, നബിയേ ഈ സമുദായത്തെ ഞാൻ ഒന്നടങ്കം നശിപ്പിക്കട്ടെ, ഇവരുടെ തലയുടെ മുകളിലേക്ക് ഈ കാണുന്ന പർവ്വതങ്ങളിട്ട് ഞാൻ എല്ലാവരെയും ഛിന്ന ഭിന്നമാക്കട്ടെ.
നബി തങ്ങൾ പറഞ്ഞത് വേണ്ട 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 വേണ്ട, ഇവരിൽ ഒരാൾ നന്നായാൽ അതല്ലേ ഞങ്ങൾക്ക് നല്ലത്. ഇവരെ നശിപ്പിച്ച് എനിക്ക് എന്ത് കിട്ടാനാണ്? ഇവരെ ശിക്ഷിച്ചിട്ട് എനിക്ക് എന്ത് കിട്ടാനാണ്? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞു പോയിട്ടില്ലേ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന കണ്ടിട്ട്, മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന കണ്ടിട്ട് പരിശുദ്ധമായ ഖുർആൻ അല്ലാഹുവിന്റെ ഹബീബ് ഓതിക്കൊണ്ടേയിരിക്കുകയാണ്. എന്താണ് ആ ഖുർആനിലുള്ളത്? റബ്ബി ഇന്നഹുന്ന അദ്ലൽന കസീറൻ മിനന്നാസ്, റബ്ബി ഇന്നഹുന്ന അദ്ലൽന കസീറൻ മിനന്നാസ്. അല്ലാഹുവിന്റെ ഹബീബ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അതേപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്റെ ആയത്തുകൾ ഓതി കരയാൻ തുടങ്ങി. എന്തിനാണ് കരയുന്നത് എന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിനെ അല്ലാഹു പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. നബി തങ്ങളോട് ചോദിച്ചേക്ക് എന്തിനാണ് കരയുന്നതെന്ന്. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് കരയാനുള്ള കാരണം പറഞ്ഞു കൊടുത്തത്. ഞാൻ കരയാനുള്ള കാരണം ഇതാണ്, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഉമ്മത്തിനോടുള്ള കടപ്പാട് ഇങ്ങനെയായിരുന്നു. റബ്ബി ഇന്നഹുന്ന അദ്ലൽന കസീറൻ മിനന്നാസ്, അല്ലാഹുവേ എന്റെ സമുദായത്തിലെ ഒരുപാട് ആളുകൾ വഴിപിഴച്ചു പോയി റബ്ബേ. ഫമൻ തബിഅനി, അതിൽ നിന്ന് ആരാണോ എന്നെ പിൻപറ്റുന്നത്, ഫഇന്നഹു മിന്നി, അവൻ എന്നിൽപ്പെട്ടവനാണ്. വമൻ അസ്വാനി, എന്നെ ധിക്കരിക്കുന്ന ആളുകൾ, ഫഇന്നക ഗഫൂറുർ റഹീം, എനിക്ക് വേണമെങ്കിൽ മാപ്പ് നൽകാം അല്ലെങ്കിൽ ശിക്ഷിക്കാമെന്നുള്ള ഒരു ആയത്ത് ഇബ്രാഹിം നബിയുടെ ഒരു വാചകം അല്ലാഹുവിന്റെ ഹബീബ് ഓതിയപ്പോ പൊട്ടിക്കരയാൻ തുടങ്ങി. അതേപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഒരു വാചകം, ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക, ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക. അല്ലാഹുവേ നിനക്കവരെ ശിക്ഷിക്കാം റബ്ബേ, നിന്റെ ഇഷ്ടമാണ്, നിനക്കവരെ ശിക്ഷിക്കാം. എന്നെ അനുസരിക്കാത്തവർ, എന്റെ മതത്തിൽ ചേരാത്തവരെ അവരെ വേണമെങ്കിൽ നിനക്ക് ശിക്ഷിക്കാം നബിയേ എന്ന് ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഹബീബ് കരയാൻ തുടങ്ങി. രണ്ട് കരങ്ങൾ ആകാശത്തേക്ക് ഉയർത്തിയിട്ട് അല്ലാഹുമ്മ ഉമ്മത്തി, അല്ലാഹുമ്മ ഉമ്മത്തി, അല്ലാഹുവേ എന്റെ സമുദായത്തെ നീ നശിപ്പിക്കരുത്, എന്റെ സമുദായത്തെ നീ ശിക്ഷിക്കരുത് എന്ന് പറഞ്ഞ് ഹബീബ് കൈകത്തി കരയാൻ തുടങ്ങി. ജിബ്രീൽ അലൈഹിസ്സലാം ആകാശങ്ങളിൽ നിന്നിറങ്ങി വന്നു. അല്ലാഹു പറഞ്ഞയച്ചതാണ്. നബിയോട് ചോദിക്ക് എന്തിനാണ് കരയുന്നതെന്ന് ചോദിക്കാൻ വേണ്ടിയാണ് വന്നത്. നബിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, നിങ്ങൾ എന്തിനാണ് കരയുന്നത് എന്ന് ചോദിക്കാൻ അല്ലാഹുവിന്റെ ഹബീബ് എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ എന്തിനാണ് നിങ്ങൾ കരയുന്നത്? അപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞത്, ഉമ്മത്തി ഉമ്മത്തി, എന്റെ സമുദായത്തെ ഓർത്ത് ഞാൻ കരയുകയാണ്. എന്റെ സമുദായത്തെ ശിക്ഷിക്കല്ലേ, എന്റെ സമുദായത്തെ നീ വേദനിപ്പിക്കല്ല റബ്ബേ, ഇത് ഓർത്തിട്ടാണ് ഞാൻ കരയുന്നത്. ഇബ്രാഹിം നബി പറഞ്ഞതുപോലെ ഞാൻ പറയൂല, ഈസാ നബി പറഞ്ഞതുപോലെ ഞാൻ പറയൂല. ഇത് കേൾക്കേണ്ട താമസം മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ സമീപത്തേക്ക് പോയി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അപ്പോഴാണ് തിരിച്ച് ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറഞ്ഞേക്കുന്നത്, യാ റസൂലല്ലാഹ്, നിങ്ങൾ വിഷമിക്കേണ്ട നബിയേ, നിങ്ങൾ കരയേണ്ട നബിയേ, ഇന്നാ സനുർദീക ഫീ ഉമ്മതിക, നിങ്ങളുടെ ഉമ്മത്തിനെ എന്ത് ചെയ്താലാണോ നിങ്ങൾക്ക് ഇഷ്ടം അത് ഞാൻ ചെയ്യാം നബിയേ. അല്ലാഹു പറയാണ്, നബിതങ്ങളോട് പറയാണ്, ഞങ്ങളെ കുറിച്ചാണ് പറയുന്നത്, ഉമ്മത്തിനെ കുറിച്ചാണ് പറയുന്നത്. നബിയേ, ഇന്നാ സനുർദീക ഫീ ഉമ്മതിക, നിങ്ങളുടെ ഉമ്മത്തിനെ എന്ത് ചെയ്താലാണോ നിങ്ങൾക്ക് സന്തോഷമാവുക അത് ഞാൻ ചെയ്തു കൊടുക്കാമെന്നുള്ള സന്തോഷ വാർത്ത അല്ലാഹു അറിയിച്ചപ്പോഴാണ് നബിതങ്ങളുടെ കരച്ചിൽ നിർത്തിയത്. ഇനി ആലോചിച്ച് ചെറുപ്പക്കാരാ, ആരെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്? ആർക്കാണ് പ്രാധാന്യം നൽകേണ്ടത്? ചെഗുവേരയെ പറഞ്ഞപ്പോ ചില ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല, ചില ആളുകൾക്ക് അത് ദഹിച്ചില്ല. ചെഗുവേര രാഷ്ട്രത്തിന് ചെയ്ത ആ
പ്രവർത്തനങ്ങളും വിപ്ലവങ്ങളും ഞാൻ മറക്കുന്നില്ല. പക്ഷേ മുസ്ലിം ചെറുപ്പക്കാരനെ എങ്ങനെയാണ് അയാൾ ഫോളോ ചെയ്യാൻ പറ്റുന്നത്? അതാണ് ഞാൻ ചോദിച്ചത്. ചെറുപേരെയാണെങ്കിലും ഏത് രാഷ്ട്രീയ നേതാക്കളാണെങ്കിലും അവർ രാഷ്ട്രത്തിന് വേണ്ടി ചെയ്ത വിപ്ലവങ്ങൾ ഞാൻ മറക്കുന്നില്ല. ഒരുപാട് രാഷ്ട്രത്തിന് വേണ്ടി, ലോകത്തിന് വേണ്ടി സമ്പാദ്യങ്ങൾ സമ്പാദിച്ച് രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ത്യാഗങ്ങൾ അവർ സഹിച്ചിട്ടുണ്ടാകാം. ഒരുപാട് തീമുകൾ, ഒരുപാട് ആശയങ്ങൾ നമ്മൾക്ക് നൽകിയിട്ടുണ്ടാകാം. പക്ഷേ ഒരു മുസ്ലിം എന്ന രീതിയിൽ, ഒരു മുസ്ലിം എന്ന ഒരു ഐഡന്റിറ്റിയിൽ എന്ത് യോഗ്യതയാണ് നമ്മൾക്ക് അവരെ പോലെയുള്ള ആളുകളെ ഫോളോ ചെയ്യാനുള്ളത്, അവരെ ആരാധിക്കാനുള്ളത്, അവരെ ആരാധിക്കാൻ, അവരെ നെഞ്ചിലേറ്റ് നടക്കാൻ ഒരു മുസ്ലിം ചെറുപ്പക്കാരന് എന്ത് പ്രത്യേകതയാണ് അവരിൽ കാണുന്നത്? അതാണ് ഞാൻ ചോദിക്കുന്നത്. രാഷ്ട്രീയമായ പ്രശ്നം ഇവിടെ ചർച്ചയല്ല. രാഷ്ട്രീയം ഏതുമാവട്ടെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയം, അതിലിവിടെ ഇടപെടാൻ ആരും വരുന്നില്ല. നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ നമ്മുടെ സമുദായത്തിൽ ഉപകരിക്കുന്നവരുടെ കൂടെ നിൽക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ ചോദിക്കട്ടെ, അവര് നമ്മൾക്ക് വേണ്ടി എന്ത് ചെയ്തു തന്നു? സിനിമാ നടന്മാരെടുക്കാം, ക്രിക്കറ്റ് കളിക്കാരെടുക്കാം, പൊളിറ്റിക്കൽ ലീഡേഴ്സിനെടുക്കാം, രാഷ്ട്രീയ നേതാക്കന്മാരെടുക്കാം. അവർ നമ്മൾക്ക് വേണ്ടി എന്ത് ചെയ്തു തന്നു? ഒരാളെ സ്നേഹിക്കണമെങ്കിൽ അതിന് പ്രത്യേകമായ കാരണം വേണ്ടേ? എന്തിനാണ് ഉമ്മയെ സ്നേഹിക്കുന്നത്? സ്നേഹിക്കാൻ കാരണമുണ്ട്. ഉമ്മയാണ് വസ്ത്രം മലക്കി തരുന്നത്, ഉമ്മയാണ് ഭക്ഷണം പാചകം ചെയ്യുന്നത്, ഉമ്മയാണ് വസ്ത്രത്തിന് അയൺ ചെയ്തു തരുന്നത്. ഉമ്മയെ സ്നേഹിച്ചു 25 വയസ്സാകുമ്പോ കല്യാണം കഴിച്ചു. പിന്നെ ഉമ്മ ചെയ്തു തരുന്നതൊക്കെ ഭാര്യ ചെയ്തു തരാൻ തുടങ്ങി. അപ്പൊ ഭാര്യയോടായി സ്നേഹം, ഉമ്മയോടുള്ള സ്നേഹം കുറഞ്ഞു. അപ്പൊ ഒരാൾ ഇങ്ങോട്ട് ചെയ്യുന്ന അറ്റാച്ച്മെന്റ് പോലെയാണ് നമ്മുടെ സ്നേഹം, ഇങ്ങോട്ട് കാണിക്കുന്ന സമീപനം പോലെയാണ്. പക്ഷേ നമ്മുടെ ഉമ്മമാര് നൽകുന്ന സ്നേഹം ഒരു ഭാര്യയ്ക്കും നൽകാൻ കഴിയൂല. എത്രയായാലും ഉമ്മമാരുടെ സ്നേഹം ഒരു ഭാര്യയ്ക്കും നൽകാൻ കഴിയൂല. പറഞ്ഞു വന്നത്, നമ്മൾ ചില ആളുകളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണമുണ്ട്. നമ്മൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണം. ഉമ്മ ചെയ്യുന്നുണ്ട്, ഉപ്പ ചെയ്യുന്നുണ്ട്, ഉസ്താദുമാർ ചെയ്യുന്നുണ്ട്, സമുദായ നേതാക്കന്മാർ സിനിമ നടന്മാർ നമ്മുടെ വിലപ്പെട്ട സമയങ്ങൾ നഷ്ടപ്പെടുത്തി നമ്മുടെ സമുദായത്തെ നശിപ്പിച്ചു എന്നല്ലാതെ എന്താണ് അവർ നമ്മൾക്ക് വേണ്ടി ചെയ്തത്? അവരെ കൊണ്ട് എന്ത് ഉപകാരമാണ് നിനക്കുണ്ടായത്? ഇവർക്ക് എന്ത് ഉപകാരമാണ് ചെയ്തത്? എന്നിട്ട് അവരെ നെഞ്ചേറ്റ് നടക്കേണ്ട ആവശ്യം എന്താണ്? ഈ ഹബീബിനെ എങ്ങനെയാണ് മറക്കുക? എല്ലാ സമയങ്ങളിലും ഉമ്മത്തിനെ കരഞ്ഞു പോയ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എങ്ങനെയാണ് നമ്മൾക്ക് മറക്കാൻ പറ്റുക? അവരെ നശിച്ചിട്ട് എനിക്കെന്ത് കിട്ടാനും, അവരെ നശിച്ചിട്ട് എനിക്കെന്ത് കിട്ടാനും? അവരെ കൊല്ലരുത്, അവർ നന്നാവട്ടെ, എങ്കിൽ അവർക്ക് സ്വർഗ്ഗത്തിൽ എനിക്ക് സന്തോഷമില്ല. ആ ഒരു ചിന്ത നമ്മൾക്കും വേണ്ടേ? അവർ നന്നാവട്ടെ, എന്നിട്ട് അവർക്ക് സ്വർഗ്ഗം കിട്ടുമ്പോൾ നമുക്ക് സന്തോഷം. മഹാനായ മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു ജിലയുടെ ടൈഗ്രീസിന്റെ തീരത്തുകൂടെ നടക്കുകയാണ്. കൂടെ അല്പം ശിഷ്യന്മാരുണ്ട്. ടൈഗ്രീസിന്റെ തീരത്തുകൂടെ നടക്കുമ്പോ നാട്ടിലെ ചെമ്മാടികളായ കുറച്ച് ചെറുപ്പക്കാർ പഞ്ചാബിന്റെയും മയക്കുമരുന്നിന്റെയും ലഹരിയുടെയും അടിച്ചായ ചെമ്മാടികളായ ഒരു കൂട്ടം ചെറുപ്പക്കാരെ നല്ലൊരു തോണിയിൽ രാത്രി ഇങ്ങനെ പാട്ടും മനുഷ്യ ഉല്ലസിച്ച് ആർമാദിച്ചിട്ട് ആഘോഷിക്കുകയാണ്. രാത്രി എല്ലാവരും ഉറങ്ങുമ്പോ ഇവർ ബോട്ടിൽ തോണിയിൽ ഇങ്ങനെ സഞ്ചരിക്കാനുള്ള പാട്ടൊക്കെ വെച്ച് നിർത്തങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോ ശിഷ്യന്മാർ പറഞ്ഞു, കണ്ടോ അവരാണ് ഈ നാട്ടിന്റെ ദ്രോഹികൾ, ഈ നാടിന്റെ ശാപമാണവർ. അവർക്കെതിരെ ഒന്ന് ദുആ ചെയ്യുമോ? അവരൊന്ന് നശിച്ചു കിട്ടിയാൽ നാട് നന്നായി. അവരാണ് നാടിന്റെ കുഴപ്പക്കാർ, അവരാണ് നാടിന്റെ ഫിത്നക്കാർ, അവരാണ്
ആരാണ് ഇവിടെ ഫിത്നയും ഫസാദും ഉണ്ടാക്കുന്നവർ, അവരൊന്ന് നശിച്ചു കിട്ടിയാൽ നാട് നന്നായി. അവർക്കെതിരെ ദുആ ചെയ്യണമെന്ന് ശിഷ്യന്മാർ ഉസ്താദിനോട് പറഞ്ഞപ്പോ മഹാനായ അറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു ദുആ ചെയ്യാൻ തുടങ്ങി. അല്ലാഹുവേ ഇവർക്ക് നാളെ ആഖിറത്തിൽ സന്തോഷിക്കാനുള്ള അവസരം നീ നൽകണേ അല്ലാഹ്. അത് നശിപ്പിക്കണമെന്നല്ല, ഇവര് വിചാരിച്ചത് എന്തോ ഒരു ചീക്കാറ്റ് വന്ന് നശിപ്പിക്കാൻ വേണ്ടി ദുആ ചെയ്യുമെന്നാണ് ശിഷ്യന്മാർ വിചാരിച്ചത്. പക്ഷേ മഹാനായ മഅറൂഫുൽ ഖർഖി ദുആ ചെയ്തു, കമാ ഫറഹ്തഹും ഫിദ്ദുനിയാ നസ്അലുക അൻ തുഫദ്ദിഹഹും ഫിൽ ആഖിറ. അല്ലാഹുവേ ദുനിയാവിൽ അവർക്ക് സന്തോഷിക്കാൻ നീ അവസരം നൽകിയതുപോലെ, ദുനിയാവിൽ അവർക്ക് ആഘോഷിക്കാൻ നീ അവസരം നൽകിയതുപോലെ ആഖിറത്തിലും സന്തോഷിക്കാനുള്ള അവസരം നീ നൽകണേ അല്ലാഹ്. നിങ്ങൾക്ക് എന്താ ദുആ പഠിച്ചോ ഒന്നൊക്കെ നശിപ്പിച്ചാൽ നമുക്ക് രക്ഷപ്പെടായിരുന്നു, വലിയ ഫിത്ന ഉണ്ടാവില്ല. അങ്ങനെയുള്ള ദുആ ചെയ്യുക. اللهم كما فرحتهم في الدنيا ففرحهم في الآخرة. അല്ലാഹുവേ ഒരാൾക്ക് ദുനിയാവിൽ നീ സന്തോഷിക്കാൻ അവസരം നൽകിയതുപോലെ ആഖിറത്തിലും സന്തോഷിക്കാൻ അവസരം തരണേ അല്ലാഹ്, നൽകണേ അല്ലാഹ്. അപ്പോഴാണ് ഒരു ശിഷ്യൻ ഉസ്താദിനോട് ചോദിക്കുന്നത്, ഇന്നാ സഅൽനാക അൻ നദഉ അലൈഹിം. അവർക്ക് അനുകൂലമായി ദുആ ചെയ്യാനല്ല ഉസ്താദേ ഞങ്ങൾ പറഞ്ഞത്, അവർക്കെതിരെ ദുആ ചെയ്യാനാണ്. അവർക്ക് അനുകൂലമായി ദുആ ചെയ്യാനല്ല ഉസ്താദേ ഞങ്ങൾ പറഞ്ഞത്, അവർക്കെതിരെ ദുആ ചെയ്യാനാണ്. അപ്പോഴാണ് മഹാനായ മഅറൂഫുൽ ഖർഖി പറയുന്നത്, ഇദാ ഫറഹഹും ഫിൽ ആഖിറ. അവർക്ക് ആഖിറത്തിൽ സന്തോഷിക്കാൻ അല്ലാഹു അവസരം നൽകിയാൽ ആരാണ് ആഖിറത്തിൽ സന്തോഷിക്കുന്നത്? ആർക്കാ ആഖിറത്തിൽ സന്തോഷിക്കാൻ പറ്റുക? ഇവിടെ നന്നായ ആളുകൾ അവർക്ക് ആഖിറത്തിൽ അല്ലാഹു സന്തോഷം കൊടുത്താൽ അർത്ഥം എന്താ? ഭൂമി അവർ നന്നാകുമെന്നല്ലേ? അവരെ രക്ഷപ്പെട്ടിട്ട് നമ്മൾക്ക് എന്താ? إذا فرحهم في الآخرة تاب عليهم في الدنيا ولم يضركم هذا. അവർക്ക് അല്ലാഹു ആഖിറത്തിൽ സന്തോഷം നൽകണമെങ്കിൽ അവരിവിടെ തൗബ ചെയ്ത് നന്നാവണം. അങ്ങനെ തൗബ ചെയ്ത് നന്നായാൽ അവരെ കൊണ്ടൊരു ശല്യവും നിങ്ങൾക്കുണ്ടാവൂല. രണ്ട് പേടി, രണ്ട് സന്തോഷം ഒരു മുഅ്മിനും ഒരാൾക്കും ഉണ്ടാവൂല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ലാ യജ്തമിഉൽ അംനാനി വലൽ ഖൗഫാൻ. രണ്ട് പേടി ഉണ്ടാവൂല, രണ്ട് സന്തോഷവും ഉണ്ടാവൂല. അങ്ങനെ രണ്ട് പേടി, രണ്ട് സന്തോഷം. ഇവിടെയും പേടി, അവിടെയും പേടി. ദുനിയാവിൽ അല്ലാഹുവിനെ പേടിച്ച് 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 പള്ളിക്കൊമ്പ് പോലത്തെ ആളുകളുണ്ടാവും. ദുനിയാവിൽ പേടിച്ച് പേടിച്ച് ജീവിച്ചു അല്ലേ? ഹലാസോടെ ജീവിച്ചത് സത്യമായി ചെയ്യുന്നില്ല, പേടിച്ച് ജീവിച്ചവരാണ്. ആഖിറത്തിലെത്തിയിട്ട് അവിടെയും പേടിയോ? അത് ഇമ്പോസിബിൾ, അത് സാധ്യമാണ്, ഉണ്ടാവില്ല. ഇവിടെ നിങ്ങൾ പേടിച്ചോ, അവിടെ നിങ്ങൾ ഹാപ്പിയാ. ഇവിടെ ഒരു പേടിയില്ല. എന്ത് പഠിച്ചോ? ഇങ്ങനത്തെ എത്ര പഠിച്ചോ നമ്മൾ കണ്ടത്? എങ്ങനെയൊക്കെ എന്ത് പള്ളി? എന്റെ കബറിലേക്ക് നീ വരുന്ന ചോദിച്ചത്, എന്റെ കബറിലേക്ക് നീ വരുന്നു. കള്ളുകൂടിയെ ഉപദേശിച്ചപ്പോഴേ നിന്റെ കാലം നോക്കിയാൽ മതി, ഇതെന്ത് ഇടപെടലാണ്? എന്റെ കബറിലേക്ക് നീ വരുന്നില്ലല്ലോ. അങ്ങനെ ചോദിച്ചു. ഇവിടെ അടിച്ചു പൊളിച്ച് ജീവിക്കാൻ നല്ല സന്തോഷം. കള്ളു കുടിക്കാൻ, പെണ്ണ് കുടിക്കാൻ, എന്തിനും ചെയ്യാം. സന്തോഷം അവിടെ ചെലവഴിക്കാൻ, അവിടെ സന്തോഷം. അപ്പൊ എവിടെയാണ് സന്തോഷിക്കേണ്ടത്? ഇവിടെ വേണോ അല്ല അവിടെ വേണോ തീരുമാനിക്കേണ്ടത് നമ്മളാണ്. നമുക്ക് ഇവിടെ സന്തോഷം വേണോ? കുഴപ്പമില്ല, ഫ്രീയായി ഹാപ്പിയായി ജീവിക്കാം. പക്ഷെ ആസരത്തിലെത്തി കൈമുലെത്തിയിട്ട് إنا نسيناكم كما نسوا لقاء يومكم هذا. നിങ്ങൾ എന്നെ മറന്നില്ലേ? ഭൂമിയിലുണ്ടാകുമ്പോൾ നിങ്ങൾ എന്നെ മറന്നില്ലേ? ഇന്നാ നസീനാകും, നിങ്ങളെ ഞാൻ മറന്നിരിക്കുകയാണെന്ന് അല്ലാഹു അസ്സ വജൽ.
മറന്നില്ലേ എന്നെ? ഇങ്ങനെ ഒരു ദിവസം ഉസ്താദുമാര് വേല പറഞ്ഞില്ലേ? വർഷത്തിൽ 15 വേല, 5 സ്ഥലം 13 വേല വർഷത്തിൽ. ചില സ്ഥലത്ത് ഇങ്ങനെ നമ്മളെല്ലാം മൈക്കിന് കുറ്റം പറഞ്ഞ് പിന്നെ ഞാൻ മൈക്കിന് കുറ്റം പറഞ്ഞു, മാലിക്കുന്ന മൈക്കിന് കുറ്റം പറഞ്ഞു, അല്ലെങ്കിൽ മൈക്കിന് ചെറുപ്പത്ത് നമ്മുടെ അഹമ്മദിയ മുസ്ലിം വരുവാനുണ്ടായിരുന്നു മൈക്കിന് കുറ്റം കുറ്റം പറയാം. നീയൊരു പ്രഭാഷണം വരുന്നുണ്ട് ഡിസംബർ 30-31 നമ്മുടെ സർക്കിൾ അഹമ്മദിയ മുസ്ലിം വീണ്ടും കാണാൻ നല്ല മൈക്കാളിൽ കുറ്റം പറയുക, നല്ല ബാല് പറഞ്ഞാൽ ഈ മൈക്കിൽ രാവിലെ ബാല് പറഞ്ഞാൽ ഒരു വിഷയം ഉണ്ടാവില്ല, ഒരു വിഷയം നല്ല മൈക്കാളി. അങ്ങനൊരു സംവിധാനം ഉസ്താദുമാരുടെ കുറ്റം പറയുന്നത്. ഇവിടെ 50,000 വാട്സൊന്നും ഇല്ല എനിക്കറിയാം. ഇവിടെ ആ 70,000 വാട്സുണ്ട്. അത്രയില്ല. മൈക്കെന്ന് പറഞ്ഞാൽ 50,000 വാട്സ് വെക്കണില്ല, 1,00,000 വാട്സ് വെക്കണില്ല. അതൊക്കെ നമ്മുടെ വാട്സ് വെക്കുന്നതാണല്ലോ വാട്സിലൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട്. പിന്നെ 1000 വാട്സിൽ മോണിറ്റർ 200 വാട്സ് മോണിറ്ററും കുറച്ചേക്ക് 10,000 വാട്സിലും നല്ല ശബ്ദം. 60,000 വാട്സ് വെച്ചിട്ടുണ്ട്. സ്റ്റേജിലേക്ക് 6 ബോക്സ് ഈ സൈഡിൽ നിന്ന് 6 ബോക്സ് ഇവിടെ നിന്ന് ഫ്രണ്ടിൽ നിന്ന് 2 ബോക്സ്, എന്നിട്ടൊരു മര്യാദക്ക് 1 മണിക്കൂർ എന്താ പേര് കുറെ കുന്ത്രാണ്ടം കൊണ്ടുവന്നത് തിരിക്കലാണ് തിരിച്ചൊക്കെ എങ്ങനെ തിരിക്കണം എന്നറിയാം. അപ്പോ നല്ല ഇങ്ങനെ ഉഷാറായിട്ട് മൈക്ക് വെക്കുമ്പോ നല്ല രീതിയിൽ പറഞ്ഞാൽ ക്ഷീണാവുന്നു, ശബ്ദവും പോകുന്നു. അള്ളാഹു നമ്മുടെ അനുഗ്രഹങ്ങളൊക്കെ അള്ളാഹു നിലനിർത്തി തരട്ടെ. ഇപ്പോ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരോടും ചെറുപ്പക്കാരികളോടും എന്റെ സമയം ചെയ്യാൻ പോകുന്നു. നമ്മൾ എന്ത് ചെയ്യണം? എന്നും നമ്മൾ മറ്റുള്ളവരെ മാറ്റി നിർത്താനും അകറ്റി നിർത്താനും ശ്രമിക്കാതെ നന്മ ചെയ്യാൻ വേണ്ടി വിളിച്ച് നന്മയ്ക്ക് വേണ്ടി കൈകോർക്കുന്നവരായി നമ്മൾ മാറണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ 2 പേടിയും 2 സന്തോഷവും ഉണ്ടാവില്ല. ഇവിടെ സന്തോഷം വേണ്ടവർക്ക് ഓക്കെ സന്തോഷത്തോടെ ജീവിക്കാം, അവിടെ സന്തോഷിക്കാൻ പറ്റൂല. എവിടെയാണ് സന്തോഷിക്കേണ്ടത്? അത് യുവർ ചോയ്സ്. നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ വേണ്ടവർക്ക് ഇവിടെ സന്തോഷിക്കാം, അവിടെ വേണ്ടവർക്ക് അവിടെ സന്തോഷിക്കാം. പക്ഷേ ഒന്നേ ഉള്ളൂ, ഒരു സ്ഥലത്തെ സന്തോഷമുള്ളൂ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവിലവർക്ക് സന്തോഷം നൽകിയതുപോലെ ആഖിറത്തിലും സന്തോഷിക്കാൻ അവസരം നൽകണേ അല്ലാഹ്. അതിന് മറുപടി പറഞ്ഞെന്താ? ആഖിറത്തിൽ സന്തോഷിക്കാൻ അല്ലാഹു അവസരം നൽകിയാൽ അവർ ദുനിയാവിൽ തൗബ ചെയ്ത് നന്നാകും. നന്നായാൽ പിന്നെ നിങ്ങൾക്ക് അവരെ കൊണ്ട് പ്രശ്നമില്ലല്ലോ. അങ്ങനെയാണ് നമ്മൾ ദുആ ചെയ്യേണ്ടത്. അവിടെയാണ് ഒരു മഹലിന്റെ പ്രസക്തി, അവിടെയാണ് ഒരു ഉമറാക്കളുടെ പ്രസക്തി. ഉമറാക്കളാണ് നാടിന്റെ ചെറുപ്പക്കാരെ മഹലിനോട് അടുപ്പിക്കേണ്ടത്, ബഅലിനോട് അടുപ്പിക്കേണ്ടത്. അവർ ചീത്ത പറയലല്ല, കുറ്റം പറയലല്ല, സൗമ്യമായി അവർക്ക് സംഘാടകരായി വളണ്ടിയർമാരായി അവരെ വിളിച്ച് നമ്മുടെ കമ്മിറ്റിയിലൊക്കെ ഉൾപ്പെടുത്തി ബഅലിന്റെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ച് പ്രചരിപ്പിക്കാൻ, നോട്ടീസ് അടിക്കാൻ, ഫ്ലക്സ് വെക്കാനൊക്കെ എല്ലാവരെയും വിളിച്ച് അവർക്ക് ഓരോരോ അവസരങ്ങൾ കൊടുത്ത് നമ്മളുമായി അവരോട് സഹകരിപ്പിക്കാനാണ് എല്ലാ ആളുകളും ശ്രമിക്കേണ്ടത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പറഞ്ഞു വന്നത് എവിടെ നിന്നാണ് നമ്മൾ ഇങ്ങനെ പോയത്? എവിടെ നിന്ന്? കുല്ലു ഉമ്മത്തി മുആഫാ. എന്റെ സമുദായത്തിലെ എല്ലാ ആളുകൾക്കും ഞാൻ മാപ്പ് നൽകും. ഇല്ലൽ മുജാഹിദീൻ. തിന്മകൾ പരസ്യമാക്കുന്ന ആളുകൾ ഒഴികെ, തിന്മകൾ പരസ്യമാക്കുന്ന ആളുകൾ ഒഴികെ. രാത്രി ഉറങ്ങാതെ ചെറുപ്പക്കാരുണ്ട് ചില ആളുകൾ, രാത്രി ഉറങ്ങൂല. അങ്ങനെ ഉറങ്ങാതെ നിൽക്കുമ്പോഴാണ് ആളുകൾ മതിച്ചാടുന്നത് കാണാനാണ്. കൊടുക്കേണ്ടതൊക്കെ കൊടുത്ത് നന്നായി ആ
ഇന്നാലെന്ന സ്ഥലത്ത് പിടിച്ച ആളാണ്, അയാളെ കണ്ടോളി, ഇയാളെ മുഖം നോക്കിക്കോളി. പിറ്റേ ദിവസം വാട്സപ്പ് ഫേസ്ബുക്കിൽ നിറയെ എന്ത് നേരിട്ടാണ് ആദ്യം. അതുകൊണ്ട് ഇന്ന് എക്സ്ക്യൂസ് തരികയാണ്, ഇനി കണ്ടാണ് എന്ന് പറഞ്ഞ് അവന്റെ ഉത്തരവാദപ്പെട്ട ആളുകളെ വിഷയം സൂചിപ്പിച്ച് അവന് നന്നാവാനുള്ള അവസരം നൽകേണ്ടതിന് പകരം വീഡിയോ എടുക്കുക, ജനങ്ങൾക്കിടയിൽ അവനെ ആകെ കരിവാരിച്ചേക്കുന്ന ഒരു സമ്പ്രദായം. ഈ അടച്ചറന്ന് തൗബ ചെയ്താലും മാപ്പ് നൽകാത്ത പാപ്പാണ്, തെറ്റാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി എന്റെ സമുദായത്തിലെ എല്ലാ ആളുകൾക്കും ഞാൻ മാപ്പ് നൽകുമ്പോ മാപ്പ് നൽകാത്ത ആളുകൾ ചിന്മകളെ പരസ്യമാക്കുന്നവരാണ്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ. സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കുന്ന ആളുകളാണ്. സോഷ്യൽ മീഡിയയെ കുറിച്ച് അതുകൊണ്ടാണ് വിഷയം വിഷയം പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ഒന്നല്ലേ ഉള്ളൂ, വാട്സപ്പും ഫേസ്ബുക്കും ഒന്നല്ലേ ഉള്ളൂ. അതിപാക പ്രചാരത്തിലേക്ക് എത്രയും പോപ്പുലാരിറ്റി കിട്ടി വേറെ ഒരു സോഷ്യൽ നെറ്റ്വർക്ക് തുടങ്ങിയാൽ അതിന് ക്ലച്ച് പിടിക്കാത്ത രീതിയിലുള്ള പ്രചാരമാണ് വാട്സപ്പും ഫേസ്ബുക്കും. കൂടുതൽ വിഷയം പോലെ അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ കൊടുക്കുന്ന എന്തെങ്കിലും ഒരു അനുയോജ്യമായ വിഷയം പറയാൻ പലപ്പോഴും പറയുന്നത്. അതുകൊണ്ട് സത്യവിശ്വാസികളെ, നിങ്ങളിലേക്ക് ഒരു ചെന്മാടി വിശ്വസിക്കാൻ പറ്റാത്ത ഒരാൾ ഒരു വാർത്തയുമായി നിങ്ങളിലേക്ക് കടന്നു വന്നാൽ നിങ്ങളത് പരിശോധിക്കണം. നിങ്ങൾ പരിശോധിക്കണം. അറിയാതെ ഒരു വാർത്ത പോലും ഫോർവേഡ് ചെയ്യരുത്. അറിയാതെ ഒരു മെസ്സേജ് പോലും നിങ്ങൾ ഷെയർ ചെയ്യരുത്. ഒരാൾ മരിച്ചു എന്ന വാർത്ത, കാളെ പെറ്റുവെന്ന് കേൾക്കുമ്പോ കയറെടുക്കരുത്. കാളെ പ്രസവിക്കൂല, അത് ആണാണെന്ന് തിരിച്ചറിയണം. കാളെ പെറ്റുമോ എന്നതിന് ഓടണ്ട. കാളെ പ്രസവിക്കൂല, പശു പ്രസവിക്കുക, അത് തിരിച്ചറിയും. ഒരു വാർത്ത കണ്ടു, ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിനെ അപകീർത്തിപ്പെടുത്തുന്ന വാർത്ത, അന്ന് സന്തോഷമായി, ഒരു ലൈക്ക് അടിച്ചു, ഒരു ഷെയർ അടിച്ചു, എന്നിട്ട് ഡൗൺലോഡ് ചെയ്തു, വാട്സപ്പിൽ സന്തോഷമായില്ലേ, സംതൃപ്തിയായില്ലേ? ഇനി ആ ഒരു വാർത്ത എത്ര ആളുകളാണോ കാണുന്നത്, എത്ര ആളുകളാണോ അത് കേൾക്കുന്നത്, സോഷ്യൽ മീഡിയകളിൽ നിന്ന് പിന്നെ ഡിലീറ്റ് ചെയ്യൽ പ്രയാസമാണ്. പിന്നെ അത് മായ്ക്കുക എന്നത് അസാധ്യമാണ്. എന്റെ കയ്യിൽ നിന്ന് പോയാൽ അമ്പിങ്ങനെ നമ്മളെ ഒരു റിവോൾവർ തോക്ക് പിടിച്ചു, അതിന്റെ കാഞ്ചി ധരിച്ച പുറത്തു, പിന്നെ പിടിക്കാൻ പറ്റും. വസ്ത്രം പുറത്തു പോയാൽ പിടിക്കാൻ പറ്റുമോ? അത് പോയി വീഴണ്ടേ? അതേപോലെയാണ് നമ്മുടെ വാട്സാപ്പിന്റെയും ഫേസ്ബുക്കിന്റെയും അവസ്ഥ. പുറത്തു പോയി ഫേസ്ബുക്കിൽ ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് ഇങ്ങനെ ബ്രൗസിംഗ് ആയി അതവിടെ പോസ്റ്റ് എന്നൊരു വാക്ക് വന്നാൽ അത് പോയി കഴിഞ്ഞു. പിന്നെ അത് നിമിഷങ്ങൾ കൊണ്ട് പല ആളുകൾ കണ്ടിരുന്നുണ്ട്. നിമിഷങ്ങൾ കൊണ്ട്, സെക്കൻഡുകൾ കൊണ്ട് ലോകത്തിന്റെ മുഖ്യമൂലങ്ങളിലേക്ക് അടുത്തു. നീ ചെയ്തത് തെറ്റാണെങ്കിൽ, അതൊരു കളവാണെങ്കിൽ, അതൊരു നുണയാണെങ്കിൽ, അതൊരു ഗീബത്താണെങ്കിൽ, ഹറാമായ കാണാൻ പാടില്ലാത്ത വിഷയമാണെങ്കിൽ പെണ്ണുങ്ങളും ആണുങ്ങളും ശ്രദ്ധിക്കുക. എത്ര വ്യൂവേഴ്സ് ആണോ അതിനുണ്ടാകുന്നത്? ലക്ഷക്കണക്കിന് വ്യൂവേഴ്സ് ഉണ്ടായാൽ ഓരോ വ്യൂവേഴ്സിന്റെയും ഹറാം അല്ലാഹു തആല നിന്റെ ഏടിൽ എഴുതി വെക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ ഹസന, ഇസ്ലാമിൽ ഒരാൾ ഒരു നല്ല കാര്യം ചെയ്താൽ
ചെയ്താൽ, ഇസ്ലാമിക ഒരാളൊരു നല്ല കാര്യം ചെയ്താൽ അത് കണ്ടിട്ട് ആരൊക്കെയാണോ പിന്തുടരുന്നത്, അത് കണ്ടിട്ട് ആരൊക്കെയാണോ പിന്തുടരുന്നത്, ആ പിന്തുടർന്നവരുടെ പ്രതിഫലം ആ തുടങ്ങി വെച്ച ആൾക്കാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. ഞാൻ നിങ്ങളോട് ഇന്ന് എനിക്ക് പറയാനുള്ളത് പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസമാണ്. അല്ലാഹുവിന്റെ ഹബീബ് ഉമ്മത്തിന് വേണ്ടി കരഞ്ഞ് ഉമ്മത്തിന് വേണ്ടി ജീവിച്ച് ഇദല്ല അല്ലാഹ് വവാഹിദുൻ മിൻ ഉമ്മതി ഫിന്നാർ. കരഞ്ഞപ്പോൾ അല്ലാഹു പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്തു തരാം. അപ്പോൾ നബി തങ്ങൾ മിണ്ടാതിരുന്നു ഇല്ല. നബി തങ്ങൾ അല്ലാഹുവിനോട് പറഞ്ഞത്, അല്ലാഹുവേ എനിക്ക് തൃപ്തിയാവണമെങ്കിൽ, ഞാൻ സാറ്റിസ്ഫൈഡ് ആവണമെങ്കിൽ ഇദല്ല അല്ലാഹ് വവാഹിദുൻ മിൻ ഉമ്മതി ഫിന്നാർ. എന്റെ സമുദായത്തിലെ ഒരാൾ പോലും നരകത്തിൽ കിടക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. എന്റെ സമുദായത്തിലെ ഒരാളും നരകത്തിൽ കിടക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. എന്റെ ഞങ്ങൾക്ക് അങ്ങനെ ഇഷ്ടപ്പെടാതിരുന്നൂടെ? നമ്മൾ എന്തിനാ നരകത്തിലേക്ക് അയക്കുന്നത്? എല്ലാവരും സ്വർഗത്തിൽ പോയാൽ നമ്മൾക്ക് വല്ലതും ഇഷ്ടപ്പെടാനുണ്ടോ? എല്ലാവരും പോയിക്കോട്ടെ. അയൽവാസികൾ, കുടുംബക്കാർ, മറ്റ് പാർട്ടിക്കാര്, മറ്റ് സംഘടനക്കാര് എല്ലാവരും സ്വർഗത്തിൽ പോയാൽ നമ്മൾക്ക് ഇഷ്ടപ്പെടാനില്ലല്ലോ. ഉണ്ടോ? അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, വവാഹിദുൻ മിൻ ഉമ്മതി ഫിന്നാർ. അവരെ നരകത്തിൽ നിന്ന് കൈപിടിച്ച് ഞാൻ സ്വർഗത്തിലേക്ക് കൊണ്ടുവരും. എന്റെ സമുദായത്തിലെ ഒരാളെങ്കിലും നരകത്തിൽ ബാക്കിയായാൽ അവരുടെ കൈപിടിച്ച് ഞാൻ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയാലേ എനിക്ക് തൃപ്തിയാവുകയുള്ളൂ എന്ന് അല്ലാഹുവിനോട് പറഞ്ഞപ്പോ അല്ലാഹു സമ്മതം കൊടുത്തു പരിശുദ്ധ ഹബീബിനെ. അല്ലാഹു സമ്മതം കൊടുത്തു പരിശുദ്ധ ഹബീബിനെ. ആ ഹബീബിനെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്. ആ ഹബീബിന്റെ പേരിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ആ ഹബീബിന്റെ പേരിലാണ് പുത്തനുടുപ്പുകൾ വാങ്ങുന്നത്. ആ ഹബീബിന്റെ പേരിലാണ് നബിദിനത്തിന് മധുര പലഹാരങ്ങൾ നമ്മൾ വിതരണം ചെയ്യുന്നത്. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ നാളെ ആഖിറത്തിൽ രക്ഷപ്പെടാനത് കാരണമാക്കണേ അല്ലാഹ്. കാരണം അമൽ കൊണ്ട് രക്ഷപ്പെടാത്ത ലോകമാണത്, സ്നേഹം കൊണ്ട് രക്ഷപ്പെടുന്ന ലോകമാണത്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതുപോലെ അമൽ കൊണ്ട് നിങ്ങൾ രക്ഷപ്പെടുമെന്ന് വിചാരിക്കേണ്ട. പക്ഷേ നിങ്ങൾ ഒരാളെ സ്നേഹിച്ചാൽ ആ സ്നേഹിക്കുന്നവന്റെ കൂടെയാണ്. നല്ലവരെ സ്നേഹിച്ചാൽ, ഹബീബിനെ സ്നേഹിച്ചാൽ, പ്രവാചകന്മാരെ സ്നേഹിച്ചാൽ, ഉഖ്റവിയായ ആലിമീങ്ങളെ സ്നേഹിച്ചാൽ ഫഇന്നക മഅമൻ അഹബബ്ത, ഈ നാളെ സ്വർഗ്ഗത്തിലെത്തുമെന്ന് ഉറപ്പ് തന്നെയാണ്. അതുകൊണ്ട് സച്ചരിതരായ സ്വാലിഹീങ്ങളായ ആളുകളെ സ്നേഹിക്കുക, അവരുടെ കൂടെ തന്നെ നിൽക്കുക. ആരാണ് സച്ചരിതരായ ആളുകൾ? തിൽക്കദ്ദാറുൽ ആഖിറ നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ. അന്തിമ വിജയം നൽകുന്ന പാരത്രിക ലോകത്ത് വിജയശ്രീലാളിതനായി പറക്കാൻ കഴിയുന്ന മഹാന്മാരാരാ? അവർക്ക് ദുനിയാവിന്റെ ബോധമുണ്ടാവൂല. ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ. അവർ ദുനിയാവിൽ ഫിത്നയുണ്ടാകൂല, ദുനിയാവിൽ ഫസാദ് ഉണ്ടാകൂല. ഐക്യത്തിന്റെ കാഹളം മുഴക്കുന്നവരാണവർ. ജനങ്ങളിലേക്ക് നന്മ എത്തിക്കുന്നവരാണവർ, നന്മ ചെയ്യുന്നവരാണവർ, നന്മയുടെ പ്രതീകങ്ങളാണവർ. അങ്ങനെയുള്ള സച്ചരിതരായ ആലിമീങ്ങളുടെ കൂടെ നിന്ന് അവരെ സ്നേഹിച്ച് അവർക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്ത് അവർ ചെയ്യുന്നത് പോലെ ചെയ്ത് ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് നാളെ സ്വർഗ്ഗത്തിലെത്താൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരുപാട് മഹാന്മാർ വന്ന നാടാണിത്, ഒരുപാട് മഹാന്മാർ കയറിയ സ്റ്റേജാണിത്. ശൈഖുനാ ചെറുശ്ശേരി ഉസ്താദ് അടക്കമുള്ള പാണക്കാട് സയ്യിദന്മാരടക്കമുള്ള സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നിഷ്കളങ്കരായ, കർമ്മോത്സുകരായ, പ്രഗത്ഭരായ, പണ്ഡിത തേജസ്സുകളായ, പണ്ഡിത സൂര്യകളായ, മഹാന്മാരായ, പ്രഗത്ഭരായ ഓരോ ആലിമീങ്ങളും ഇരുന്ന വേദിയാണിത്. ഓരോ ആളുകളും കടന്നു വന്ന നാടാണിത്. എത്രയോ മഹാന്മാർ ഇവിടെ അത് പറഞ്ഞിട്ടുണ്ട്. അത്രയും പ്രൗഢമായ, അത്രയും ധന്യമായ നാട്ടിൽ നിൽക്കുന്ന നമ്മൾക്ക് അവരെ സ്നേഹിക്കാം, അവരുടെ തണലിലായി സ്വർഗ്ഗത്തിൽ പോകാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഹബീബ് പറയാണ്, മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ ഹസന. നല്ല ഒരു സുന്നത്ത് ഒരാൾ ചെയ്താൽ, നല്ല ഒരു കാര്യം ഒരാൾ ചെയ്താൽ, ഞാൻ പറയട്ടെ, ആ ഹബീബിന്റെ പേരിൽ 100 സ്വലാത്ത് രാവിലെ, 100 സ്വലാത്ത് രാത്രി എല്ലാവരും ചെല്ലണം. ഈ റബീഉൽ അവ്വൽ ഇന്ന് മുതൽ എടുക്കണം.
സുബഹിയുടെയും മഗ്രിബിന്റെയും ഇടയിൽ 100 സ്വലാത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അതേതായാലും അതിന് പ്രത്യേക പരിമിതിയൊന്നുമില്ല. ഇഷ്ടമുള്ള അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് എന്ന് പറയുന്നത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു ചില ആളുകൾ സ്വലാത്തിനായി അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില, ചില ആളുകൾക്ക് ജിബ്രിൽ നബിയുടെ اللهم صل على سيدنا محمد جب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك النبي الأمي وعلى آله وصحبه وسلم. എല്ലാറ്റിനും പ്രത്യേകതകളില്ല. ഒരു സ്വലാത്തും ഒഴിവാക്കേണ്ടതില്ല. ഇത് പറ്റൂല, ഇത് പാടില്ല, എല്ലാം പറ്റേണ്ടതല്ല. ഇഷ്ടമുള്ള സ്വലാത്ത് സുബഹിയുടെയും മഗ്രിബിന്റെയും ഇടയിൽ 100 തവണ. ചെറുപ്പക്കാരി പെണ്ണുങ്ങളോട് പ്രത്യേകം പറയുകയാണ്, നിങ്ങളുടെ സോഷ്യൽ മീഡിയകളൊന്ന് അല്പം മാറ്റി വെച്ച് അതിൽ നിന്ന് ചെറിയൊരു നടക്കണമെന്നല്ല ഞാൻ പറയുന്നു. ചെറുപ്പക്കാരോട് അശ്ലീലമാലയം എടുത്തിട്ട് നിങ്ങളിൽ അവരുപാലനം നടക്കണമെന്നല്ല ഞാൻ പറയുന്നു. നിങ്ങൾ ജീവിച്ചു, ഹലാലായ എന്റർടൈൻമെന്റ് ആസ്വദിച്ചു, ഹലാലായ ഹലാലായ ആസ്വദിച്ചു. ഇസ്ലാം പഠിപ്പിക്കുന്ന സംസ്കാരം മുറുകെ പിടിച്ചു. എന്നെ കാണുമ്പോൾ ഒരു നല്ലൊരു മതത്തിന്റെ ആളാണല്ലോ, നമ്മുടെ മതത്തിന് നമ്മൾ കാരണത്താലും ഇമ്പോർട്ടൻസ് ലഭിക്കാത്ത രീതിയിൽ മാന്യമായ വേഷവിധാനം, മാന്യമായ ഹെയർ സ്റ്റൈൽ, മാന്യമായ ഡ്രസ് കോഡ്, മാന്യമായ സ്വഭാവം, ഇതൊക്കെ ഇന്നു മുതൽ ഒരു മാറ്റമെങ്കിലും ഈ റബീഉൽ അവ്വലിൽ ഒരു മാറ്റമെങ്കിലും ഉണ്ടാവാൻ നമ്മൾ ശ്രമിക്കണം. മഗ്രിബിന്റെയും സുബ്ഹിയുടെയും ഇടയിലുള്ള 100 തവണ 100 സ്വലാത്ത് എങ്കിൽ 1000 ദറജകൾ അല്ലാഹു ഉയർത്തുകയാണ് സ്വർഗ്ഗീയ ലോകത്ത്. അന്ന് ചെയ്ത 1000 പാപങ്ങൾ അല്ലാഹു മായ്ച്ചു കളയുകയാണ്. അതേപോലെ അല്ലാഹു 1000 നന്മകൾ നമ്മുടെ നന്മയുടെ മുകളിൽ എഴുതിയിരിക്കുകയാണ്. നമ്മുടെ ടെൻഷൻ, നമ്മുടെ ദുഃഖം, നമ്മുടെ വേദനകൾ അത് കാരണം അല്ലാഹു മറച്ചു കളയുകയാണ്. അല്ലാഹു സ്വലാത്ത് ചെയ്യുന്ന ആളുകൾക്ക് ടെൻഷൻ ഉണ്ടാകുന്നത് ടെൻഷൻ നിങ്ങൾ പറഞ്ഞില്ലേ, ഞാൻ എന്റെ ജീവിതത്തിൽ മുഴുവനും സ്വലാത്തിന് വേണ്ടി മാറ്റിവെക്കട്ടെ എന്ന് ഒരു സ്വഹാബി ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, നിനക്ക് ടെൻഷൻ ഇല്ലാതാവും, ജീവിതത്തിൽ ടെൻഷൻ ഉണ്ടാവൂല, നിരാശയുണ്ടാവൂല, വിഷമമുണ്ടാവൂല, സന്തോഷമാണ്, സംതൃപ്തിയാണ് നിന്റെ ജീവിതം. നിങ്ങൾ ഇന്നു മുതൽ തുടങ്ങി വിചാരിക്കും ആളുകളിലായിരക്കണക്കിന് ആളുകൾ എങ്കിൽ എന്റെ ഏടിലേക്ക് നിങ്ങൾ ചെയ്യുന്ന ആയിരക്കണക്കിന് ആളുകളുടെ നന്മ എന്നാ പിന്നെ വേണ്ടല്ലോ, പുസ്തകത്തിന് കൂലി വേണ്ട, തൽക്കാലം അങ്ങനെ നിങ്ങൾ ചെല്ലുന്ന ഓരോ ആളുകൾ ചെല്ലുന്ന 100 സ്വലാത്തിനും 1000 അതൊക്കെ വാലിന് കിട്ടുന്ന നേട്ടത്തൊക്കെ നമ്മളൊക്കെ നിലവിലുണ്ട്. ഇത് ഞാൻ പറഞ്ഞ വിഷയം പുതിയൊരു കാര്യം. ഇങ്ങനൊരു പുതിയൊരു കാര്യം നന്മ ഒരാൾ പറഞ്ഞു, ആയിരക്കണക്കിന് 10,000കണക്കിന് ആളുകൾ പിന്തുടർന്നു എങ്കിൽ അവർ ചെയ്യുന്ന പ്രതിഫലത്തിൽ പറഞ്ഞു. സോഷ്യൽ മീഡിയകളിൽ നല്ലൊരു അപ്ലോഡ് ചെയ്തു. ഉദാഹരണ സലാത്തിന്റെ വിഷയം നിങ്ങൾ വാട്സപ്പിലേക്കോ ഫേസ്ബുക്കിലേക്കോ അപ്ലോഡ് ചെയ്തു. അത് കണ്ടിട്ട് നിങ്ങൾ വേറെ പറഞ്ഞ ഞാനാണ് സങ്കല്പിക്കുക, അപ്ലോഡ് ചെയ്തു. നിങ്ങൾ ഫേസ്ബുക്കിൽ ഇങ്ങനെ ഒരു ബാഗ് അപ്ലോഡ് ചെയ്തു സലാത്തിന്റെ വിഷയം. അങ്ങനെ നിങ്ങളുടെ ഫ്രണ്ട് റിക്വസ്റ്റ് അല്ലെങ്കിൽ ഫ്രണ്ട് ലിസ്റ്റിൽ 5000 ആളുകളുണ്ട്, അതിൽ 2000 ആളുകൾ കണ്ടു, അതിൽ 100 ആളുകൾ സലാത്ത് ചെല്ലാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് ആ 100 ആളുകൾ ചെല്ലുന്ന 100 സലാത്തിന്റെ വാട്സപ്പിലാണ് അയക്കുന്നത്. ഒരു ഗ്രൂപ്പിൽ 256 മെമ്പേഴ്സ്, അങ്ങനെ 100 കണക്കിന് ഗ്രൂപ്പ്. എന്നിട്ട് ചില ആളുകൾ അഭിമാനം നടിക്കുന്നത് അങ്ങനെയാണ്, ഞാൻ 100 ഗ്രൂപ്പിൽ
ഗ്രൂപ്പിന്റെ അഡ്മിനാണെന്ന് മുസ്ലിം അതൊക്കെ പള്ളി സെക്രട്ടറിയാണ്, പള്ളി പ്രസിഡന്റാണെന്നൊക്കെ പറയും. ഇന്ന് പറയും ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിനാണ്. അതും കിട്ടി അല്ലേ? അപ്പൊ അങ്ങനെ 250 മെമ്പേഴ്സിനൊക്കെ അയച്ചു കൊണ്ടുപോകുന്ന ഗ്രൂപ്പുണ്ട്. എല്ലാവരും എല്ലാ ഗ്രൂപ്പിലും ആർക്കാ പതിച്ചൊക്കെ അയച്ചു കൊടുത്തു. ഇങ്ങനെ നന്മകളുടെ പ്രചാരകരാണ്, നന്മകൾ പ്രചരിപ്പിക്കും. ഹദീസുകളെ എന്തെങ്കിലും വിഷയം വരുമ്പോ ഹദീസുകൾ പച്ചക്കള്ളമായിരിക്കും, അതൊന്നും അറിയാതെ ഫോർവേഡ് ചെയ്യണം. അതാ പറഞ്ഞത്, നിങ്ങൾക്കൊരു ന്യൂസ് കിട്ടി. ഒരു എത്ര മണിക്ക് അപ്പൊ നിങ്ങൾക്കൊരു ന്യൂസ് കിട്ടി, ഒരു വാർത്ത കിട്ടി. ആദ്യം അന്വേഷിക്കും, ഉസ്താദ് ഈ ഹദീസ് ശരിയാണോ? ഉസ്താദിനെ വിളിക്കാൻ അറിയുന്ന ഉസ്താദിനെ വിളിക്കാം, ഉസ്താദിനെ അറിയില്ലെങ്കിൽ എനിക്കറിയില്ല, അടുത്ത ആൾക്ക് വിളിക്കാം. ഇത് ഉള്ളതാണ്, കുഴപ്പമില്ല, ഫോർവേഡ് ചെയ്യും. പൊന്നുമോനെ ഞാനൊരു ഹദീസില്ല, വെറുതെ ഇല്ലാത്ത പച്ചക്കള്ളങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട്. മനഃപൂർവ്വം എന്റെ പേരിൽ ഒരാൾ കളവ് പറഞ്ഞാൽ അവൻ നരകത്തിലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. മനഃപൂർവ്വം എന്റെ പേരിൽ ഒരു പച്ചക്കള്ളം ഒരാൾ പ്രചരിപ്പിച്ചാൽ അയാൾ നരകത്തിലാണ് എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഏത് വിഷയം വന്നാലും സത്യമാണോ നുണയാണോ എന്നറിയാതെ പ്രചരിപ്പിക്കരുത്, ഷെയർ ചെയ്യരുത്. ഈ സത്യമായാൽ ഇനി സത്യമാണെന്ന് സങ്കല്പിക്കരുത്. സത്യമാണ് ഒരു വാർത്ത, എന്നാൽ എന്ന വ്യക്തിയെ കുറിച്ചിട്ടുള്ള ഒരു അപകീർത്തിപ്പെടുത്തുന്ന ഒരു വാർത്ത, അത് സത്യമാണ്, സംഭവിച്ചത് തന്നെ. പക്ഷേ ഞാനിത് ഫോർവേഡ് ചെയ്താൽ, ഞാനിത് ജനങ്ങളിലേക്ക് എത്തിച്ചാൽ അവർക്ക് വേദനയുണ്ടാകുമോ, അയാൾക്ക് വിഷമം ഉണ്ടാകുമോ? എങ്കിലത് ഫോർവേഡ് ചെയ്യരുത്. മറ്റൊരാൾക്ക് നമ്മളിലൂടെ ഒരു വിഷമം ഉണ്ടാവാൻ പാടില്ല. എന്താണ് മുസ്ലിമിന്റെ ഡെഫിനിഷൻ? എന്താണ്? മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. നിന്റെ നാവിലൂടെ, നിന്റെ കൈകളിലൂടെ മറ്റൊരാൾക്ക് ഒരു പോറലേൽക്കാൻ പാടില്ല, ഒരു വിഷമം ഉണ്ടാവാൻ പാടില്ല, ഒരു വേദന ഉണ്ടാവാൻ പാടില്ല. എങ്കിലേ നീ മുസ്ലിം ആവുള്ളൂ. നിന്റെ വാക്കൊരു മുസ്ലിമിനെ വേദനിപ്പിച്ചാൽ, നിന്റെ പ്രവർത്തനം മറ്റൊരു മുസ്ലിമിന്റെ പ്രശ്നമുണ്ടാക്കിയാൽ നീ മുസ്ലിമല്ല, നാമമാത്ര മുസ്ലിമാണ്. പേര് സിദ്ദീഖാണ്, പക്ഷെ സിദ്ദീഖുമായിട്ട് നിനക്ക് ബന്ധമില്ല. പേര് ഉമറാണ്, ഉമറുമായിട്ട് പുനബന്ധം പോലില്ല. ഉസ്മാനാണ്, ഉസ്മാനുമായിട്ട് യാതൊരു സാമീപ്യവും നിനക്കില്ല. അലിയാണ്, അലിയുമായിട്ട് എന്ത് ബന്ധമാണ് പറയാനുള്ളത്? എന്ത് ബന്ധമാണ്? മുസൽമാൻ ഹേ ഓർ അൻസാർ മുസൽമാനി ഹേ, ഹൈദരി ഫഖർ ഹേ, ഹൈദരി ഫഖർ ഹേ, ദൗലത്തെ ഉസ്മാൻ.